കൊല്ലം പത്തനാപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. വ്യാപകമായി കൃഷി നശിപ്പിച്ച ശേഷമാണ് കാട്ടാനകൾ മടങ്ങുന്നത്. ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ കാട്ടാനകൾ ഇറങ്ങുന്നത്. തച്ചക്കോട്, പിറവല, പൊട്ടൻകുഴി ഭാഗങ്ങളിലാണ് കാട്ടാനശല്യം രൂക്ഷം. പുന്നല ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ സ്ഥലങ്ങളാണിവിടം. കുട്ടിയാന ഉൾപ്പെടെ 4 കാട്ടാനകൾ നിരന്തരം എത്തുന്നുണ്ട്. ഞങ്ങൾ അതിനോട് വന്ന് അടയും പ്ലാവ് കിടന്ന ചക്കകളെല്ലാം വലിച്ചു പറിച്ച് തിന്ന് കവുങ്ങും തടിയെല്ലാം കുത്തി വെട്ട്. പിന്നെ ഭയങ്കര പേടിയാ, രാത്രിയിലൊക്കെ കേൾക്കുമ്പോഴേ പേടിയാ, ഇവിടെയൊക്കെ ഇരിക്കാൻ തന്നെ പേടിയാ, ബുദ്ധിമുട്ടാ ഭയങ്കര. വലിയ രീതിയിൽ കൃഷിനാശവും കാട്ടാനക്കൂട്ടം ഉണ്ടാക്കുന്നു. തൊഴിലാളികളും കുട്ടികളും അടക്കം ഭീതിയോടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഈ ജംഗ്ഷൻ്റെ അപ്പുറത്തെ എൻ്റെ വീടിൻ്റെ 2ാമത്തെ വീടിൻ്റെ മുറ്റത്തൂടെ വന്ന് ആ പ്ലാവ് കുലിക്ക് നേരെ വയലിലിറങ്ങി അവിടുന്ന് മേളിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് ഈ ഒറ്റാനക്കുഴി വന്ന് ഇന്നലെ നമ്മുടെ ലീലമ്മയുടെ പ്ലാവ് ഒരെണ്ണം തെള്ളി ഇട്ടിട്ട് അതിൻ്റെ ചക്കയും പറിച്ചിട്ട് ആ പ്ലാവ് അവിടെ കിടപ്പുണ്ട്. ഇന്നലെ വൈകിട്ടത്തെ കാര്യം അത്. കാട്ടുപന്നി, കാട്ടുപോത്ത്, പുലി എന്നിവയുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. ഇതുവരെ ഇവിടെ ഇല്ലാതിരുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നിത്യമായിട്ട് ആന ഇവിടെ ഈ ഏരിയയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ദിവസവും ആളുകളിങ്ങനെ ഓടിച്ചു വിടുന്നു. പിന്നെ പന്നി ഒരു വഴിക്കൂട്, മയിൽ, പിന്നെ അതുപോലെ മലയണ്ണാൻ, കുരങ്ങ്, ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. നമ്മൾ ഒരു കൃഷിയും ചെയ്ത് ജീവിക്കാനൊക്കാത്ത ഒരു സാഹചര്യമായിരുന്നു നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള നടപടി അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, കൊല്ലം.